വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ കേരളത്തിന് വലിയ നേട്ടമുണ്ടാകും എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. തെരഞ്ഞെടുപ്പ് ദിവസം വരെ അതിനുവേണ്ടി ₹1 പ്രതിഫലം വാങ്ങാതെ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി. പിണറായി വിജയൻ ദുർഭരണം അവസാനിച്ചാൽ മാത്രം പോരാ, വി ഡി സതീശൻ കേരളത്തിന് മുഖ്യമന്ത്രിയാവണമെന്ന് അതിയായി മോഹിച്ചുപോയി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വി ഡി സതീശനെ ഞാൻ കണ്ടത് വേറൊരു മുഖത്തിലാണ്. സതീശനൊരു മിനി പിണറായിയാണ് എന്ന് തോന്നുന്ന ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. സതീശനെ പോലെ വിഷനുള്ള നേതാവ് വേറെ ഇല്ലാത്തതിനാൽ സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുമ്പോഴും സതീശന്റെ സ്വേച്ഛാധിപത്യ പ്രവണത ആശങ്കപ്പെടുത്തി എന്ന് തുറന്നു പറയാൻ മടി കാണിച്ചില്ല. ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടപ്പോൾ ആ ആശങ്ക ഊട്ടി ഉറപ്പിക്കേണ്ടി വന്നു. തീർച്ചയായും വി ഡി സതീശന് ചില നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മൗനി ബാബ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച മാധ്യമപ്രവർത്തകർക്ക് കൊടുത്ത മറുപടി മാത്രമല്ല, ED റെയ്ഡിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയും അസലായിരുന്നു. അതേസമയം ഇന്നലത്തെ പത്രസമ്മേളനത്തിലെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ എങ്ങനെ അവഗണിക്കാൻ കഴിയും? ED റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം സരസമായി മറുപടി പറഞ്ഞതിന്റെ ഒടുവിൽ പറഞ്ഞ ഒരു വാചകം ആദ്യ ആശങ്ക ജനിപ്പിച്ചു. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാം, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ അയഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അമ്മാതിരി ഒരു കമന്റ് എങ്ങനെയാണ് വി ഡി സതീശന്റെ നാവിൽ നിന്ന് വന്നത്? പിണറായി എന്ന ദുഷ്ടനായ ഭരണാധികാരിയിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ജനങ്ങൾ വി ഡി സതീശന് വോട്ട് ചെയ്തത്. പിണറായിയുടെ ദുഷ്ടതകൾക്കെതിരെ നെഞ്ചി വിരിച്ചു നിൽക്കാൻ കെൽപ്പുള്ള നേതാവാണ് വി ഡി സതീശൻ എന്ന് ജനങ്ങൾ ധരിച്ചുപോയി. ആ വി ഡി സതീശൻ പറയുന്നു പിണറായി അങ്ങനെ പറയില്ല, അയാൾ മഹാനായ നേതാവാണെന്ന്. ഇത് ആശങ്കപ്പെടുത്തുന്നതാണ്, ഇത് ഭയപ്പെടുത്തുന്നതാണ്. പിണറായിയുടെ തിന്മകൾക്കെതിരെ വി ഡി സതീശൻ വടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ജനങ്ങളെ നിരാശപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ ആശങ്കയുയർത്തുന്ന സാഹചര്യം സർവീസിന് പുറത്ത് പിണറായി സർക്കാർ നിർത്തിയിരിക്കുന്ന 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ്. പ്രശാന്തും അശോകും ഇപ്പോഴും സസ്പെൻഷനിൽ തന്നെയാണ്. ഈ സർക്കാർ ചുമതലയേറ്റ് ആദ്യത്തെ ദിവസം തന്നെ അവരുടെ സസ്പെൻഷൻ പിൻവലിക്കും എന്ന വിചാരം അസ്ഥാനത്തായി. ആ ചോദ്യം ചോദിച്ചപ്പോൾ വി ഡി സതീശൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. അധികാരത്തിൽ വന്ന ശേഷം ഈ 2 പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരുടെ അവർക്കെതിരെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ അങ്ങ് ചീഫ് സെക്രട്ടറിക്ക് ഒരു ഉറപ്പും ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇതുവരെയും 2 ദിവസം അവധിയല്ലായിരുന്നു, പിന്നെ ഒരു ഞായറാഴ്ച, ആകെ ഒരാഴ്ചയിലെന്ന് വന്നിട്ട് അതിലിടയിൽ ഒരു ഞായറാഴ്ച പോയി, പിന്നെ 2 ദിവസം അവധിയും പോയി. ഒന്ന് നിൽക്കട്ടെ, അതൊക്കെ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടികൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കും. എന്നൊന്നും അങ്ങനെ അനാവശ്യമായ കാലതാമസം ഒരു കാര്യത്തിലുണ്ടാവില്ല. അല്ലല്ല, അതൊക്കെ നമ്മളല്ലേ, ചീഫ് സെക്രട്ടറി അല്ലല്ലോ കേരളം ഭരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരഞ്ഞെടുത്തത്. ചീഫ് സെക്രട്ടറി അല്ലല്ലോ, ഞങ്ങളെയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞങ്ങളല്ലേ തീരുമാനങ്ങൾ എടുക്കണം, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. അദ്ദേഹം അടക്കമുള്ള ജോലി അദ്ദേഹം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് അശോകും പ്രശാന്തും തൽക്കാലം പുറത്തു നിൽക്കട്ടെ, അവർ അധിക പ്രസംഗികളാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പിണറായിയെ അവർ വിമർശിച്ചു, അവർ ഒരുപക്ഷെ എന്നെയും വിമർശിച്ചെന്ന് വരാം. അങ്ങനെ വിമർശിക്കുന്ന നീതിബോധമുള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് വേണ്ട. അവർ പാഠം പഠിച്ച് കൈകാലുകൾ പിടിച്ച് വന്നാൽ മതി എന്ന സന്ദേശം. മാത്രമല്ല, പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് തുടരുന്നതിൽ എന്താണ് കുഴപ്പം? അദ്ദേഹം നല്ലവനാണെന്ന് സർട്ടിഫിക്കറ്റ്. നോക്കൂ, ജയതിലകാണ് അശോകിനെയും പ്രശാന്തിനെയും പുറത്തു നിർത്തുന്നതിന് വി ഡി സതീശന്റെ ചെവിയിൽ മന്ത്രമോതുന്നത്. ആ ജയതിലകാണ് പിണറായിയുടെ 3ാം ഭരണത്തിന് വേണ്ടി കുട പിടിച്ചത്. അനേകം അഴിമതി ആരോപണങ്ങൾ ജയതിലകിനെതിരെയുണ്ട്. ആ ജയതിലകിന് വേണ്ടി അശോകിനെയും പ്രശാന്തിനെയും പുറത്തു നിർത്തുകയും ജയതിലകിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നത് ഭയപ്പെടുത്തുന്നതാണ്. വി ഡി സതീശൻ പിണറായിയുടെ അഴിമതിക്കെതിരെ പോരാടും എന്ന് കരുതുന്ന സാധാരണ മനുഷ്യരെ നിരാശപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ വി ഡി സതീശൻ ഈ കസാരയിൽ കയറിയിരിക്കുന്നതിന് വി ഡിയേക്കാൾ ഉത്തരവാദിത്വം പ്രശാന്തിനും അശോകിനും കൊടുക്കേണ്ടി വരും. പിണറായിയുടെ ഭരണകാലത്തെ വൃത്തികേടുകൾ അവർ തുറന്നു പറഞ്ഞത് ജനങ്ങൾ മനസ്സാ സ്വീകരിച്ചതുകൊണ്ടുകൂടിയാണ് ഈ ജനവിധി എന്ന് മറക്കരുത്. ഇതിനേക്കാളൊക്കെ എന്നെ ഭയപ്പെടുത്തിയതും വേദനിപ്പിച്ചതും ആശങ്കപ്പെടുത്തിയതും 2ാം പിണറായി തന്നെയാണ് വി ഡി സതീശൻ എന്ന് ഉറപ്പിക്കാൻ തീരുമാനിച്ചതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആറ്റിങ്ങൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായ സവാദ് സുബൈറെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ചാണ് ചോദ്യം. സവാദ് സുബൈർ ഒരു രാഷ്ട്രീയ പോസ്റ്റ് ഇടുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയം പറയുന്നത്
ഒഴിവാക്കണമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷെ ആ രാഷ്ട്രീയ പോസ്റ്റ് ഒട്ടും അശ്ലീലമുള്ളതായിരുന്നില്ല. ആ രാഷ്ട്രീയ പോസ്റ്റ് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിനെക്കുറിച്ചുള്ള ഇടതുപക്ഷത്തിൻ്റെ വിമർശനവുമായി ചേർത്ത് വായിക്കുന്നതാണ്. അതിലൊരു അശ്ലീലവുമില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനെ, ആറ്റിങ്ങലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ, അദ്ദേഹം വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. അപ്പൊ മുൻ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുള്ളപ്പോൾ സമാന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു നയം തന്നെയാണോ ഇത് കണ്ടായിരുന്നോ? പോസ്റ്റ് കണ്ടായിരുന്നോ? നിങ്ങളിനി പറ, നടപടി എടുക്കണ്ടേ? KSRTCയിൽ ഒരു ജീവനക്കാരിട്ടിരിക്കുന്ന പോസ്റ്റ്, എൻ്റെ മുഖം, പിന്നെ നഗ്നനായൊരു പുരുഷൻ്റെ ബോഡി, അത് വെച്ചിട്ട് KSRTCയിൽ ഒരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനമോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്തത്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടും ആളുകൾ ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങൾ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ടൊരു പടം ഇട്ടിരിക്കുക. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നാളെ നിങ്ങളുടെയൊക്കെ പടമായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ പടം നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ പടം. ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പിനെതിരെ നിങ്ങളൊരു മാധ്യമ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ചിത്രം ഇട്ടാലോ, അപ്പോഴും ഞാൻ നടപടി എടുപ്പിക്കും. ഇത്രയല്ല എനിക്ക് മറുപടി. വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു, അതെന്താ അമ്മാതിരി ഒരു വർത്തമാനം? മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ആറ്റിങ്ങലിലെ ഹയർ സെക്കൻഡറി അധ്യാപകനെ കുറിച്ചാണ്. വി ഡി സതീശൻ മറുപടി പറഞ്ഞത് ഇടുക്കിയിലെ KSRTC ഡ്രൈവർ സുനിൽ കുമാറിനെ കുറിച്ചാണ്. ഇതെന്തുതരം മര്യാദയാണ്? ചോദിച്ചതിനല്ല ഉത്തരം പറഞ്ഞത് പച്ചക്കളവും. സസ്പെൻഡ് ചെയ്തത് ഹയർ സെക്കൻഡറി അധ്യാപകനെയാണ്. അയാൾ വി ഡി സതീശനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിലാണ് സസ്പെൻഷനിലായത്. ആ വിമർശനത്തിനെ പോലും വി ഡി സതീശൻ അംഗീകരിക്കുന്നില്ല എന്നാണോ? അത്തരമൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ വി ഡി സതീശൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അറിഞ്ഞില്ല, അത് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തതല്ലേ, അന്വേഷിക്കാമെന്നല്ലേ? എന്നാൽ വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞു, അങ്ങനെയൊന്നും ആരും പറയണ്ട, ഞാൻ അനുവദിക്കില്ല എന്നാണ്. എന്ന് വെച്ചാൽ വി ഡി സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനുള്ള അവകാശം ഏതൊരാൾക്കുമുണ്ട്. ഒരു രാഷ്ട്രീയം അവനുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത് CPM-നും പിണറായിക്കും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ വി ഡി സതീശനും കോൺഗ്രസ്സുകാരും ആരെങ്കിലും ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി എടുക്കുന്നത് അനുചിതമാണ്. പിണറായിയേക്കാൾ അസഹിഷ്ണുവാണ് വി ഡി സതീശൻ എന്ന് തെളിയിക്കുകയാണ്. വി ഡി അറിഞ്ഞുകൊണ്ടാണ് ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി KSRTC ഡ്രൈവർ അശ്ലീലം പോസ്റ്റ് ചെയ്തു എന്ന വി ഡി സതീശൻ്റെ ആരോപണം പരിശോധിക്കാം. അത് സത്യമാണ്. പക്ഷെ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ അല്ല ആ KSRTC ഡ്രൈവർ ചെയ്തത്. പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെതിരെയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ്, ഫലം വരുന്നതിന് മുൻപായിരുന്നു ഈ പോസ്റ്റ് സുനിൽ കുമാർ ഇട്ടത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു, വി ഡി സതീശനായിരുന്നില്ല. ആ പോസ്റ്റ് അനുചിതമാണ്, സംശയമൊന്നും വേണ്ട. ആ പോസ്റ്റിൻ്റെ മേൽ KSRTC നടപടിയെടുത്താൽ അതിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടാണ് നടപടിയെങ്കിൽ, വി ഡി സതീശൻ നിർദ്ദേശിച്ചിട്ടാണ് നടപടിയെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, പകവീട്ടലാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് ഒരാളുടെ പോസ്റ്റിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് പണി കൊടുത്തതിന് തുല്യമാണത്. അങ്ങേയറ്റം ഖേദകരമാണ് പിണറായി രണ്ടാമനായി വി ഡി സതീശൻ മാറുന്നു എന്ന് പറയുന്നത്. KSRTC ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ നടത്തിപ്പ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമാണ് നടത്തേണ്ടത്. മുഖ്യമന്ത്രി അതിൽ ഇടപെടേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഇടപെടുന്നതും അച്ചടക്ക നടപടിക്ക് നിർദ്ദേശിക്കുന്നതും അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന കാര്യമാണ്. വിമർശനങ്ങളോട് എൻ്റെ നിലപാട് സഹിഷ്ണുതയില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിലപാടെടുക്കും എന്ന പിണറായിയുടെ അതേ സമീപനം വി ഡി സതീശൻ ആദ്യ ദിനം മുതൽ പുലർത്തുന്നു എന്നത് ഖേദകരമാണ്. ഈ KSRTC ഡ്രൈവർക്കും ഹയർ സെക്കൻഡറി അധ്യാപകനും ഇതാണ് അവസ്ഥയെങ്കിൽ മറുനാടിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിൽ അത്ഭുതമുണ്ടോ? പിണറായിയേക്കാൾ കടുംപിടുത്തക്കാരന സ്വേച്ഛാധിപതിയാണ്, ജനാധിപത്യത്തോട് ലവലേശം ബഹുമാനമില്ലാത്ത ഭരണാധികാരിയാണ് വി ഡി സതീശൻ എന്ന് തെളിയിക്കുകയാണ് ഈ അച്ചടക്ക നടപടിയിലൂടെ. ജനാധിപത്യം എന്ന് പറയുന്നത് മഹത്തായ ഒരാശയമാണ്.
അവിടെ എല്ലാത്തരം മനുഷ്യരും ഉണ്ടാവും. പലർക്കും തെറ്റുകുറ്റങ്ങൾ പറ്റാം. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ അതൊരു ക്രൈമായി മാറുമ്പോൾ മാത്രമാണ് സർക്കാർ ഇടപെടേണ്ടത്. ഒരാൾ പറഞ്ഞ അഭിപ്രായം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സൽകീർത്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്നെങ്കിൽ ആ വ്യക്തി നിയമപരമായി ഡിഫമേഷൻ കേസിന് പോകണം. അതാണ് നിയമം. അതായത് മുഖ്യമന്ത്രിയെ വിമർശിച്ചത് മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മുഖ്യമന്ത്രി കോടതിയെ സമീപിച്ച് ഡിഫമേഷൻ കേസ് കൊടുക്കണം. അല്ലാതെ മുഖ്യമന്ത്രി വിമർശിച്ചവർക്കെതിരെ നിയമവിരുദ്ധമായി ഫേസ്ബുക്ക് പോസ്റ്റിന് പേരിൽ പോലീസ് കേസെടുക്കുന്നത് അധികാര ദുർവിനിയോഗമാണ്, അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. പിണറായിയേക്കാൾ വലിയ ഏകാധിപതിയായി വി ഡി സതീശൻ മാറും എന്നതിൻ്റെ സൂചനയാണ്.